നമസ്കാരം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് ADM നവീൻ ബാബുവിന്റെ മരണം. നവീന്റെ മരണത്തിൽ അന്വേഷണം ഓരോ ദിവസവും പുതിയ കണ്ണികളിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ നവീന്റെ മരണം അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്ന പുകമറയിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊരു ചോദ്യം പോലും ഉയർന്നു വരുന്നതിന് മുന്നേ തന്നെ ആത്മഹത്യ എന്ന് തന്നെ ചാപ്പ കുത്തിക്കൊണ്ട് ദിവ്യയെ മാത്രം പ്രതിയാക്കി അന്വേഷണം അവസാനിപ്പിക്കാനായിരുന്നു കേരള പോലീസിന്റെ ശ്രമം. പക്ഷേ ഇവിടെ ദിവ്യ മാത്രമാണോ പ്രതി? ദിവ്യയ്ക്ക് പുറമെ മറ്റു പലരും ഈ കേസിൽ കണ്ണികളാണ്. പ്രത്യക്ഷത്തിൽ ദിവ്യ നടത്തിയ ആ പ്രസംഗമാണ് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമായത് എന്ന് പറയുമ്പോൾ ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന രീതിയിൽ മാത്രമായി ഒതുങ്ങിപ്പോകും. അതിനപ്പുറത്തേക്ക് നവീന്റെ മരണത്തിലെ ദുരൂഹതകൾ ചുരുളഴിയേണ്ടതുണ്ട്. സത്യത്തിൽ ഈ നവീൻ ബാബുവിന്റെ വിഷയം ഒരു ചീട്ട് കൊട്ടാരം പോലെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു മനോഹര സൗധമാണ്. ഇതിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ചീട്ട് മാത്രമാണ് ദിവ്യ. അവിടെ നിന്നും ആ മനോഹരമായ ചീട്ട് കൊട്ടാരത്തിന്റെ മുകളിലത്തെ അറ്റത്തുള്ള ദിവ്യ എന്ന ഒരു ചീട്ടിനെ മാത്രം വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എടുത്തു മാറ്റിക്കൊണ്ട് കൃത്യമായി ഈ കേസ് ഒതുക്കി തീർക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റു പല കണ്ണികളും ആ ചീട്ട് കൊട്ടാരത്തിന്റെ താഴെത്തട്ടിൽ വരെയുണ്ട്. അതിൽ ഇടയിൽ എവിടെ നിന്നെങ്കിലും ഒരു ചീട്ട് വലിച്ചു മാറ്റുമ്പോൾ ആ മനോഹരമായ സൗധം അഥവാ ആ മനോഹരമായ നുണക്കഥ പൊളിഞ്ഞു വീഴും. അത് തന്നെയാണ് പോലീസ് അന്വേഷണത്തിലൂടെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ഭാഗമായ ഓരോ കണ്ണികളും പുറത്തു വരണം. അങ്ങനെ വരുമ്പോൾ ദിവ്യയ്ക്കപ്പുറത്തേക്കും മറ്റു പലരിലേക്കും അന്വേഷണം സജീവമായി തന്നെ നീളണം. ഇക്കൂട്ടത്തിൽ പ്രധാനി കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ്. എന്തുകൊണ്ട് അരുൺ കെ വിജയനെ സംബന്ധിച്ച് കൃത്യമായൊരു അന്വേഷണം നടക്കുന്നില്ല? ഇവിടെ അരുൺ കെ വിജയനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അരുൺ കെ വിജയൻ കൊടുത്ത ആ മൊഴിയാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലടക്കം അരുൺ കെ വിജയൻ നവീൻ ബാബുവിനെതിരായി കൊടുത്ത മൊഴി വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ തെറ്റ് ചെയ്തു പോയി എന്ന് നവീൻ ബാബു അരുൺ കെ വിജയനോട് തുറന്നു പറഞ്ഞു എന്നാണ് അരുൺ കെ വിജയൻ പറയുന്നത്. ഈ മൊഴി തന്നെയാണ് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നതിന് ഒരു പരിധിവരെ കാരണമായതും. അതായത് നവീൻ ബാബു തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായ കളക്ടറോട് അന്നത്തെ യാത്രയയപ്പ് കഴിഞ്ഞതിനു ശേഷം മുറിയിലെത്തി തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് ഏറ്റു പറഞ്ഞു എന്നാണ് അരുൺ കെ വിജയൻ പറഞ്ഞത്. എന്നാൽ ഈ മൊഴി സാധൂകരിക്കുന്ന യാതൊരു വിധത്തിലുള്ള തെളിവുകളും അരുൺ കെ വിജയന് ഹാജരാക്കാൻ കഴിയില്ല. കാരണം ഇതിന് സാക്ഷിയായത് അരുണും നവീൻ ബാബുവും മാത്രമാണ്. നവീൻ ബാബു അത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തി എന്ന് അരുൺ കെ വിജയൻ പറയുമ്പോൾ അത് നിഷേധിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നവീൻ ബാബുവാണ്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അരുൺ കെ വിജയന് ഇത്തരത്തിലൊരു കഥ മെനയാൻ വളരെ എളുപ്പമായിരിക്കും. തന്റെ കഥയെ സാധൂകരിക്കുന്ന യാതൊരുവിധ തെളിവുകളും ഇല്ലെങ്കിൽ പോലും ഈ കഥ പൊളിഞ്ഞു വീഴാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു അരുൺ കെ വിജയൻ ഉണ്ടായിരുന്നത്. കളക്ടർ ഇത്തരത്തിലൊരു മൊഴി പറഞ്ഞ സാഹചര്യം കൂടി ഇവിടെ പ്രസക്തമാണ്. അതായത് ആദ്യഘട്ടത്തിൽ നവീന്റെ മരണമറിഞ്ഞ് മലയാളപ്പുഴയിലെ വീട്ടിലെത്തി മൃതശരീരം കാണാൻ ശ്രമിച്ചപ്പോൾ നവീന്റെ ഭാര്യ മഞ്ജുഷയുടെ സ്ട്രോങ് നിലപാടായിരുന്നു കളക്ടറെ നവീന്റെ മൃതശരീരം കാണിക്കില്ല, തന്റെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത്. അത്തരത്തിൽ മഞ്ജുഷ ഒരു കർശന നിലപാട് എടുക്കണമെങ്കിൽ അത്രത്തോളം കളക്ടറെ നവീൻ ബാബു വെറുത്തിരുന്നു, അഥവാ കളക്ടറെ നവീൻ ബാബു അകറ്റി നിർത്താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഭാര്യയ്ക്ക് നന്നായി അറിയാമായിരുന്നിരിക്കണം. ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കളക്ടർക്കെതിരായി അത്രയും കൃത്യമായി തന്നെ നവീൻ ബാബു ഭാര്യയോട് സംസാരിച്ചിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാകും അരുൺ കെ വിജയൻ എന്ന ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയിട്ടും മഞ്ജുഷ ആ വീട്ടിലേക്ക് കളക്ടറെ കയറ്റാൻ സമ്മതിക്കാതിരുന്നത്. മാത്രമല്ല നവീൻ ബാബുവുമായി യാതൊരു വിധത്തിലുള്ള ആത്മബന്ധവും ഇല്ലാതിരുന്ന ആളാണ് കളക്ടർ എന്ന് മഞ്ജുഷ മൊഴി നൽകിയിട്ടുമുണ്ട്. എന്തായാലും അന്ന് കളക്ടർ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം താനുമുണ്ട് എന്ന തരത്തിൽ നവീൻ ബാബുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പായിരുന്നു അത്. പക്ഷെ അതിലെവിടെയും തന്നെ നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് ഏറ്റു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് പൊടുന്നനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കളക്ടർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ADM തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റു പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പരാമർശം അഥവാ പ്രസ്താവന
കളക്ടർ പുറത്തിറക്കിയത്. അതുവരെ ഇല്ലാതിരുന്ന ഒരു നീക്കമാണ് പെട്ടെന്ന് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എവിടെ നിന്നോ പൊട്ടിമുളച്ച ഒരു കഥയുമായി കളക്ടർ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. ഇതിനു പിന്നിൽ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം മലയാളികൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുന്നതാണ്. എന്തായാലും കളക്ടർ ഇത്തരത്തിലൊരു മൊഴി തന്നെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീത IASന്റെ അന്വേഷണത്തിലും നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് മുന്നോട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് കളക്ടർ പറയുന്നത് പോലെ നവീൻ ബാബു യാത്രയയപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി കളക്ടറോട് തനിക്ക് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. നവീൻ ബാബുവിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് നമ്മളുടെ അടുത്തൊരു കൺഫെഷൻ നടത്തുകയാണ്. തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കളക്ടറെ പോലെ ഒരാളുടെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മുന്നിലെത്തി നവീൻ ബാബുവിനെ പോലെ ഒരു ADM കൺഫസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കളക്ടർ അവിടെ മിണ്ടാതിരിക്കുകയാണോ അതിന് പ്രതികരിക്കുകയാണോ ചെയ്യുക? തീർച്ചയായും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകണം. കൃത്യമായും തിരിച്ചെന്തെങ്കിലും നവീൻ ബാബുവിനോട് കളക്ടർ മറുപടിയായി പറഞ്ഞിട്ടുണ്ടാകണം. ഒരുപക്ഷെ കളക്ടർ തിരിച്ചു പറഞ്ഞ മറുപടി നവീൻ ബാബുവിന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിലോ? അങ്ങനെ വരുമ്പോൾ PP ദിവ്യയല്ല, നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി കളക്ടറാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിന് നമ്മൾ ആരും തന്നെ സാക്ഷികളല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല. എങ്കിലും ഇങ്ങനെ ഒരു സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല. അതായത് നവീൻ ബാബു കൺഫസ് ചെയ്തു എന്ന് കളക്ടർ പറയുന്ന മൊഴി സത്യമാണ് എങ്കിൽ തീർച്ചയായും കളക്ടർ നവീൻ ബാബുവിന് തിരികെ ഒരു മറുപടിയും നൽകിയിട്ടുണ്ടാവണം. ആ മറുപടി എന്തായിരുന്നു എന്ന് കൂടി കളക്ടർ ഇവിടെ പറയണം. ആ മറുപടി ആയിരിക്കില്ലേ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ PP ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് നവീൻ ബാബു ഇത്തരത്തിലൊരു ആരോപണം PP ദിവ്യ ഉയർത്തിയിട്ടും മൗനമായി കേട്ടിരുന്നു, അതൊരു കുറ്റസമ്മതമായി കണക്കാക്കാം എന്ന തരത്തിലായിരുന്നു ദിവ്യയുടെ അഭിഭാഷകന്റെ വാദം. എന്നാൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീത IASന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായ ചില തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നവീൻ ബാബു PP ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം PP ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി അതേ വേദിയിൽ തന്നെ നൽകിയിരുന്നു എന്നാണ് സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ മൊബൈൽ ദൃശ്യങ്ങളും ഗീത IASന് മൊഴി നൽകിയ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥർ ഗീത IASന് കൈമാറിയിട്ടുണ്ട്. അതായത് തനിക്കെതിരെ നടന്ന ആരോപണം കേട്ട് തല കുനിച്ചിരുന്ന് കുറ്റസമ്മതം നടത്തുകയല്ല നവീൻ ബാബു ചെയ്തത് എന്ന് സഹപ്രവർത്തകരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നു. ആ പമ്പിന് താൻ NOC കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യവും പിന്നീട് NOC കൊടുത്ത സാഹചര്യവുമെല്ലാം നവീൻ ബാബു ആ വേദിയിൽ വെച്ച് തന്നെ വിശദമാക്കി എന്നാണ് സഹപ്രവർത്തകരുടെ മൊഴി. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് കളക്ടർ പറയുന്നത് പോലെ ചടങ്ങിന് ശേഷം നവീൻ ബാബു കളക്ടറെ ചെന്ന് കണ്ട് ഇത്തരത്തിലൊരു കൺഫെഷൻ നടത്തുന്നത്? അപ്പോൾ ഈ മരണത്തിലെ കളക്ടറുടെ പങ്ക് വീണ്ടും ദുരൂഹത ഉയർത്തുകയാണ്. എന്തായാലും ഈ അന്വേഷണത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് മന്ത്രി രാജന്റേത്. ഈ അന്വേഷണത്തിലെ മന്ത്രി രാജന്റെ ഇടപെടൽ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. കൃത്യമായി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം അഥവാ നിലപാട് വ്യക്തമാക്കാനും പിന്നീട് ഗീത IASനെ പോലെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയെ അന്വേഷണത്തിനായി നിയമിക്കാനും മന്ത്രി രാജനെടുത്ത എഫേർട്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണം വെറും ഒരു ആത്മഹത്യയായി ചുരുങ്ങുന്നതിൽ നിന്നും ഇത്രയെങ്കിലും അന്വേഷണം പുരോഗമിക്കാനുള്ള ഏക കാരണം. എന്തായാലും ഗീത IAS സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് മന്ത്രി K രാജൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയുള്ള തീരുമാനങ്ങൾ അവിടെ നിന്നുമാണ് അറിയേണ്ടത്. ഇതിനിടെ കളക്ടർ അരുൺ K വിജയനെ ക്രൂശിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് IASകാരുടെ ഒരു സംഘടന പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഗീത IASന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.